ആക്കി എന്തിയാ മോൾ ഒറ്റക്കാ ഞാൻ ഹെൽപ്പ് ചെയ്യില്ല, ഒറ്റക്ക് ഉണ്ടാക്കണം. ഉണ്ടാക്കി എന്തൊക്കെയെന്ന് അറിയോ വേണ്ടത്? കച്ചമ്പറിന് എന്തൊക്കെ? പച്ചമുളക് വേണം. എടുക്കുന്ന എടുക്ക്. ഒരെണ്ണം എടുത്തിട്ട് ബോക്സ് ഫ്രിഡ്ജിൽ തന്നെ വെക്കി തിരിച്ച്. ഇന്നത്തെ വിശേഷം എൻ്റെ മോനാണ് കേട്ടോ കുക്കിംഗ് ചെയ്യുന്നത്. അവന് കച്ചമ്പർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കുവാണ് കേട്ടോ. ഞാൻ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടെ സാലഡ് ആളുണ്ടാക്കാമെന്ന് പറഞ്ഞ് ഞാൻ അരിഞ്ഞു വെച്ച സവാളൊക്കെ മേടിച്ചിട്ട് ആൾ തന്നെ ഒറ്റക്ക് പ്രിപ്പയർ ചെയ്യുവാണേ. ഇക്കാക്ക സാലഡ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് ഒരാളവിടെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. ഈ വീഡിയോ ഞാൻ ഞായറാഴ്ച എടുത്തു വെച്ചതാണ് കേട്ടോ. എല്ലാ പ്രാവശ്യവും എല്ലാ വീക്കിലും ഞായറാഴ്ച വരെ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഭയങ്കര എനർജി ആയിരിക്കും. അത് കഴിഞ്ഞ് ഞായറാഴ്ച ആയി കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര മടിയാണ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അങ്ങനെ ഒരു 2 ദിവസം എൻ്റെ പോയിട്ടുണ്ട്. അത് കാരണം കൊണ്ട് 2 ദിവസം എനിക്ക് ഷോർട്സ് ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളിപ്പം കണ്ടത് മോളുടെ തല ഇടിച്ചതാണ് കേട്ടോ. ആൾ നേരെ എഴുന്നേറ്റപ്പം കബോർഡിൻ്റെ മുകളിൽ തട്ടിയതാണേ. ഭാഗ്യം കൊണ്ട് വേറെ കുഴപ്പമൊന്നും പറ്റിയില്ല, അൽഹംദുലില്ലാ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർ ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നറിയാം. അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. വീഡിയോസിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്ഫുള്ളായിട്ടുള്ളത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഈ ഒരു വീഡിയോ. സാധാരണ ഞാനിങ്ങനെ മോനെ കൊണ്ട് ചെയ്യിക്കലില്ല കേട്ടോ. അത് കാരണം വേറൊന്നുമല്ല, നമ്മളുടെ പണി നടക്കൂല. പിന്നെ ഇവരിങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നേരം കളിക്കാനൊക്കെ നിൽക്കും. അപ്പം പിന്നെ നമുക്ക് ഇരട്ടിപ്പണിയാകും. അത് കാരണം കൊണ്ടാണ്. പിന്നെ ഞാനിന്ന് സൺഡേ ആയതുകൊണ്ട് അവനക്കും ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്നുകൂടെ കരുതിയിട്ടാണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മളുടെ വീട്ടിൽ ചെറുപ്പം തൊട്ടിട്ട് കേട്ട് വളരണയാണ് നമ്മൾ പെൺകുട്ടികളാണ് ജോലികൾ ചെയ്യേണ്ടത്, ആൺകുട്ടികളൊന്നും ചെയ്യണ്ട, അവർ പുറത്ത് ജോലിക്ക് പോകേണ്ടവരാണ്, അങ്ങനെയൊക്കെയുള്ളൊരു ടോക്ക്. അപ്പോൾ അത് നമ്മൾ തന്നെ മാറ്റിയെടുത്തെങ്കിലോ നമ്മുടെ മക്കൾ ആ ഒരു ചുറ്റുപാടിൽ വളരുള്ളൂ. നമ്മളുടെ മക്കൾക്ക് നമ്മൾ എങ്ങനെയാണോ പഠിപ്പിച്ച് കൊടുക്കുന്നത് അതായിരിക്കും അവർ ഭാവിയിൽ അതുപോലെ ആയിരിക്കും പ്രവർത്തിക്കുന്നത്. അപ്പം എൻ്റെ 2 മക്കളായാലും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും 2 പേരും എല്ലാ ജോലിയും കാര്യങ്ങളും ഒക്കെ ചെയ്ത് തന്നെ വളരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ചെറിയ ചെറിയ ജോലികളൊക്കെ അവനക്ക് ഞാൻ ഇടയ്ക്ക് കൊടുക്കലുണ്ട്. അപ്പം അത് അവനക്കൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ.